തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. രാവിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുമാണ് നടക്കുക. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതോടെ ഇനി അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിൽ ആരെത്തുമെന്നുള്ള ചർച്ചയാണ് സജീവമാവുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരുടെയും ഉപാധ്യക്ഷരുടെയും തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലായി നടക്കും. മുനിസിപ്പൽ കൗൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26 രാവിലെ 10:30 ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30 നടക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27 രാവിലെ 10:00 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കും. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവയിൽ ഭരണാധികാരികളായി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾക്കായിരിക്കും ചുമതല. മുനിസിപ്പാലിറ്റികളിൽ ഇതിനായി ഭരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തി. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചേരുന്ന അംഗങ്ങളുടെ യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥിയെ ഒരാൾ നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടതും മറ്റൊരാൾ പിന്താങ്ങേണ്ടതുമാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാൾ യോഗത്തിൽ ഹാജരായില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള അയാളുടെ സമ്മതപത്രം ഹാജരാക്കണം. ഒരാൾ ഒന്നിൽ കൂടുതൽ പേരുകൾ നിർദ്ദേശിക്കാനോ ഒന്നിലധികം പേരെ പിന്താങ്ങാനോ പാടില്ല. സംവരണം ചെയ്തിട്ടുള്ള സ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന ഒരംഗത്തിനെ മറ്റൊരാൾ നാമനിർദ്ദേശം ചെയ്യുകയോ പിന്താങ്ങുകയോ വേണ്ട. ഒന്നിലധികം സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേന ആയിരിക്കും. വോട്ട് രേഖപ്പെടുത്തുന്ന അംഗം ബാലറ്റ് പേപ്പറിൻ്റെ പുറകുവശത്ത് പേരും ഒപ്പും രേഖപ്പെടുത്തണം. ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഒരാൾ മാത്രമേ മത്സരിക്കാനുള്ളൂ എങ്കിൽ വോട്ടെടുപ്പ് നടക്കാതെ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ക്വാറം ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ അംഗങ്ങളുടെ പകുതിയെങ്കിലും എണ്ണം ആയിരിക്കും. ക്വാറം തികയാത്ത പക്ഷം യോഗം അടുത്ത പ്രവൃത്തി ദിവസത്തേക്ക് മാറ്റും. അപ്രകാരം മാറ്റിയ ദിവസം അതേ സ്ഥലത്തും സമയത്തും കൂടുന്ന യോഗത്തിൽ ക്വാറമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.